ഹലോ, വെൽക്കം ടു നെതർലാൻഡ്സിൽ ഒരു മലയാളി കപ്പിൾ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ നെതർലാൻഡ്സിലെ ഹോം ടൂറാണ്. സോ ഇതാണ് നമ്മുടെ മുറ്റം. ചെറിയ മുറ്റാണ്. ഞാൻ ഇവിടെ കാണുന്നില്ലേ, ഇങ്ങനെയാണ് വീടുകളുള്ളത്. ഒരു റോയിൽ ഇങ്ങനെ അറ്റാച്ച് ആയിട്ട് ഉള്ള പോലെ വീട്. അതിനെന്താ പറയാ? ടെറസ് ഹൗസ്. ടെറസ് ഹൗസ്. പാവ നോക്കി വെളിയിൽ കിടക്കുന്നു. ഇത് കണ്ടോ? ഇവിടെ വന്ന് കിളച്ച് ഞങ്ങൾ തന്നതാ ഈ കല്ലൊക്കെ ഇട്ട് ചെടിയൊക്കെ വെച്ചു. എന്താ പറയാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മുറ്റം. ഇനി നമ്മൾ വീട്ടിനകത്തേക്ക് പോയാലോ? ഇതാണ് നമ്മുടെ എൻട്രൻസ്. ചെറിയൊരു ഹാള് പോലെ. ഇവിടുന്ന് മേലേക്ക് സ്റ്റെയർ കേസ് ഇവിടുന്ന് ലൈറ്റ് ഇടാം. കാണുന്നുണ്ടോ? യെല്ലോ ആയിപ്പോയോ? അങ്ങോട്ടാണ് ലിവിംഗ് റൂം. അതേപോലെ ഡച്ച് ഹൗസിന്റെ പ്രത്യേകതയാണ് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പൊ ആദ്യം ടോയ്ലറ്റ് ഉണ്ടാവും. ഇവിടെയാണ്. അയ്യോ വേണ്ട, ടോയ്ലറ്റ് കാണുന്ന. ഇത് ടോയ്ലറ്റ് ആട്ടോ. ഓക്കെ, കയറി ഇത് എൻട്രൻസ് ആണെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ഇത് എൻട്രൻസ് ആണെങ്കിൽ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഡോറ് ടോയ്ലറ്റിനെയാണ്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഒരു കോട്ട് ഹാങ്ങറോ അല്ലെങ്കിൽ കോട്ട് വെക്കാനുള്ളൊരു വാർഡ്രോബോ എല്ലാ വീട്ടിലും ഉണ്ടാവും. ബിക്കോസ് നമുക്ക് പല പല സീസണുകളിൽ ജാക്കറ്റും കോട്ടൊക്കെ ഇടുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ നല്ല ഒരു വേർഷൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പം കോട്ടൊക്കെ നമ്മളിവിടെ ഊരി വെച്ചിട്ടാണ് അകത്തേക്ക് കയറുക. ബിക്കോസ് വീടിനകത്ത് നമുക്ക് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീടിനകത്ത് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കേണ്ട അത്ര ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്. ഒരു കണ്ണാടി, അത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ റെഡി ആയിട്ട് സുന്ദരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴത്ത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഞാൻ തുറക്കുന്നില്ല, ബിക്കോസ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് കുത്തി നിറച്ച് ചിലപ്പോൾ തുറന്നാൽ എല്ലാം കൂടെ പടപടയെന്ന് പറഞ്ഞ് വീണെന്ന് വരും. അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. പിന്നെ ഇത് ഇവിടെയും ഇതേപോലെ തുറക്കാൻ പറ്റും, പക്ഷെ ഇത് ഞാൻ തുറക്കുന്നില്ല. ബിക്കോസ് ഇത് നമ്മുടെ എന്താ പറയാ, മീറ്ററും എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങളൊക്കെ കേട്ടില്ലേ, അതൊക്കെ അതിനകത്താണുള്ളത്. അപ്പൊ അത് ഞാൻ തുറക്കുന്നില്ല. പിന്നെ എന്താ ഇവിടെ ഭംഗിക്ക് എപ്പോഴും ഞങ്ങള് ഭയങ്കര എന്താ പറയുന്നത്, നേച്ചർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഒരുപാട് ചെടി ഈ വീട്ടിലുണ്ട്. കണ്ടോ, മൊത്തം പച്ച. ഇതൊക്കെ വെള്ളമൊഴിച്ച് നനച്ച് വളർന്ന് മേലേക്ക് പോകുന്ന എനിക്ക് പേടിയാ. ഓക്കെ, ഇനി ലിവിംഗ് റൂമിലേക്ക് പോയാലോ? ഇരിക്കൂ. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. നമ്മള് ഏറ്റവും കൂടുതൽ, എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ കൗച്ചിന്റെ മേലെ. ഇവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇത് എന്റെ ഫേവറേറ്റ് സ്പോട്ട് ആയത്. കാരണം ഇവിടെ TV ഉള്ളത് ഇവിടെയാണ്. അപ്പൊ പിന്നെ TV നോക്കിയിരിക്കലാണ് നമുക്ക് മെയിൻ പണി. അപ്പം കൂടുതൽ സമയം ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ തന്നെ കിടക്കാനും ഇവിടെ തന്നെ ഇരിക്കാനും പറ്റുന്നതുകൊണ്ട് മേലേക്ക് ഉറങ്ങാൻ മാത്രമേ പോവുള്ളൂ. ബാക്കി അധികം ഇവിടെ തന്നെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. കേട്ടും കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ ഇങ്ങനെ കാണാം. നല്ല ടൈം പാസ് ആവും. അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തതാ. ഇവിടെ 2 ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അതും എടുത്ത് മാറ്റേണ്ടി വന്നു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ. ഇവിടെയാണ് ഏട്ടൻ എക്സ്ബോക്സ് ഒക്കെ കളിക്കുന്നത്. അപ്പോൾ എല്ലാ കാരണം കൊണ്ടും എല്ലാ എന്റർടൈൻമെന്റും ഇവിടെ ആയതുകൊണ്ട് ഇതാണ് കൂടുതൽ സമയം നമ്മൾ ഉണ്ടാവുന്ന ഒരു സ്ഥലം. ഇതൊക്കെ എൻ്റെ ചെടികളാണ്. ഇതൊന്നും വളരില്ല. അങ്ങനത്തെ കളർ മൊത്തം കണ്ടില്ല. എല്ലാം ഒരു ആഷ് ബ്ലാക്കിലുണ്ടെങ്കിലും ഇത് മാത്രം റെഡ് ആയിട്ടുള്ളതിന് കാരണം വേറൊന്നുമല്ല. ഇത് മേലത്തെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇങ്ങനെയുള്ള സ്റ്റെപ്പിൽ കൂടെ ഇത് മേലേക്ക് പോകുന്നില്ല, കയറുന്നില്ല. പാതി വഴിയിൽ സ്റ്റെക്കായപ്പോൾ ഇതിന് ഇടാൻ വേറെ സ്ഥലമില്ല. അപ്പം പിന്നെ ഇതിങ്ങനെ ഇവിടെ ഒരു അധികപ്പറ്റായി പോയി. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും അങ്ങനെ ഇവിടെ വന്നിരുന്ന് കഴിക്കാറില്ല. മിക്കവാറും അവിടെ ലിവിങ്ങിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നതും കൂടുതൽ സമയം ഇരിക്കുന്നതും. ഇതിങ്ങനെ ചുമ്മാ ഭംഗി കിട്ടി വെച്ചിട്ടുണ്ട്. 2024 ജാനുവരിയിലാണ് ഞങ്ങൾ ഈ വീട് വാങ്ങിയത്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒരു
തിരക്ക് പിടിച്ച സമയമായിരുന്നു. സ്നോ ഒക്കെ ഉള്ളൊരു സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വീട് മാറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് സ്നോയിലായിട്ടും ഡ്രൈവ് ചെയ്തത് ആ സമയത്തായിരുന്നു. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ കാറിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത കാരണം ഭയങ്കര പേടിയായിരുന്നു, സ്ലിപ്പാവോ എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഒരു തിരക്ക് പിടിച്ച സമയത്ത് നടന്നത്. ബിക്കോസ് ഞങ്ങൾ ഇവിടെ ഈ വീട്ടിൽ കയറി ഒരു 1 വീക്കിനകത്തോ 1 or 2 വീക്കിനകത്ത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകണമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലായത് കാരണം, ഭയങ്കര തിരക്കിലായത് കാരണം, ഫുൾ ടെൻഷനുള്ളൊരു സമയമൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് ഈ വീട്ടിലേക്ക് മാറിയതും ആ സമയം ഒന്നും എൻജോയ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇതിപ്പം ഏകദേശം 2 വർഷം ആറായി എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. അപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു 2 വർഷത്തോളം ഈ വീട്ടിൽ ഇരുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത്, അതായത് വീടിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സമയത്തുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമുണ്ട്. അതിന് പ്രീവിയസ് ഓണേഴ്സിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് എടുപ്പിച്ചൊരു ചെറിയൊരു വീഡിയോ മാത്രമുണ്ട്. അത് ഞാനിതിൽ ആഡ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ ആ സമയത്തുള്ളത്. പിന്നെ ഷിഫ്റ്റ് ചെയ്തതും എല്ലാം ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്തതും വീടിനെ ഒരു എന്താ പറയുക, താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഫർണിച്ചറൊക്കെ വാങ്ങിയതും എല്ലാം ചെയ്തതും ഒക്കെ നാട്ടിലൊക്കെ പോയി, ഇന്ത്യയിൽ പോയി വന്നതിന് ശേഷം. ഇവിടെ എല്ലാവരും കടയിൽ പോയിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. അതും കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു. കാണാൻ നല്ല ഭംഗിയായില്ലേ? ശ്രീകൃഷ്ണനും ശിവനും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗണപതിനെ മാത്രം വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ കിച്ചൺ പോലെ. ഇവിടെ നിന്ന് നമ്മൾ കുക്ക് ചെയ്യും. ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതാണ് കിച്ചൺ. ഇത് ഫ്രിഡ്ജാണ്. ഇതൊക്കെ സ്റ്റോറേജ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഡിഷ് വാഷർ. ഇതൊക്കെ സ്റ്റോറേജാണ്. പിന്നെ ഇവിടുന്ന് ഡോർ തുറന്ന ഒരു ചെറിയ ഒരു എന്താ പറയുക, വർക്ക് ഏരിയ പോലെ ഉണ്ട്. ഫ്രീസറും ഡസ്റ്റ്ബിനും ഒക്കെ ഇവിടെ വെക്കുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ ഡോർ തുറന്നാൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഫ്രണ്ടിലെ മുറ്റമാണ്. മുറ്റമായിട്ട് കണക്കാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ബാക്കിലെ മുറ്റം, ബാക്ക് യാർഡിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെയാണ് നമുക്ക് പ്രൈവസിയിൽ ഇരുന്ന് എന്ത് ചെയ്യാം. ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാരുടെ വീട്ടിലാണെങ്കിൽ ഗാർഡനൊക്കെ ബാക്കിലായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ആൻഡ് ഇതേപോലെ നല്ല സീസണിൽ, സമ്മർ സീസണൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്നായിരിക്കും നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. ഇങ്ങനെ എന്താ പറയുക, കാറ്റും വെളിച്ചിട്ട് ആകാശമൊക്കെ നോക്കിയിരുന്നത്. സൺ ബേത്തിങ് ആണ്. അല്ല, ഒരു മലയാളത്തിലൊരു വാക്കുണ്ട്, മറന്നുപോയി. വായി നോക്കാൻ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ, ഫുൾ ക്ലോസ്ഡാ. ഇവിടെ ഇരുന്നാണ് നമ്മളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ സ്കൂട്ടർ ഇപ്പോൾ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂട്ടർ ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. ഇതൊക്കെ ഞാനിങ്ങനെ ഫുള്ളൊരു വൈറ്റ് തീമിലാക്കി മൊത്തം പെയിൻറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് 2 പൂക്കൂടകളൊക്കെ തൂങ്ങുന്ന പോലെയൊക്കെ വെക്കാനായിരുന്നു പ്ലാൻ. അൺഫോർച്ചുനേറ്റ്ലി ആ പ്ലാനൊക്കെ നടന്നില്ല. ഇതിൻ്റെ അകത്ത് ഇതും തുറന്നാൽ നിങ്ങൾ പേടിക്കും. ഇതാണ് നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ ടൂൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ, ഇതിൻ്റെ അകത്ത് ഹീറ്റിംഗ് ഉണ്ടാവില്ല. അപ്പം ഇതിനകത്താണ് നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന ടൂൾസ്, ചൂല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷേ ഇതിപ്പം നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. സൈക്കിളൊക്കെ അതിനകത്താവുക. നമ്മളകത്തേക്ക് തന്നെ പോകാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. റൂംസ് ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉണ്ടാവുക. അപ്പം അങ്ങോട്ട് പോകാം. ഇവിടുത്തെ കഷ്ടമുള്ളൊരു കാര്യം ഇവിടുത്തെ സ്റ്റെയർ കേസ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പടപടയെന്ന് ഇറങ്ങാണ്ട് തന്നെ ഈസി ആയിട്ട് താഴെ എത്തും. കാരണം ഞാനൊരു 3 പ്രാവശ്യം വീണിട്ടുണ്ട്. മേലിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് വെച്ചത് എന്ന് പറഞ്ഞ് താഴെ പോയി വീണിട്ടുണ്ട്. നല്ല വേദനയൊക്കെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വൈഡായിട്ടുള്ള സ്റ്റെപ്സ് ഒന്നുമല്ല, ഭയങ്കര നാരോ സ്റ്റെപ്സാണ്. പിന്നെ ഇങ്ങനെ സർക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചൊക്കെ കയറണം. എനിക്കറിയില്ല ഇവിടുത്തെ പ്രായമായ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും കയറുന്നതെന്ന്. കാരണം നമ്മുടെ നാട്ടിലെ സ്റ്റെയർ കേസിൽ കയറാൻ പാടാം. ഇനി നമുക്ക്
ബെഡ്റൂം കാണാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ വിൻഡോയാ. ഇത് പുറത്തേക്ക് നോക്കിയാലുള്ള എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോയിലും ഒരു ചെറിയൊരു സീൻ ഇവിടെ നിന്നുള്ള വ്യൂ ആയിരിക്കും, ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആയിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പ്ലാന്റ്സിനെക്കാട്ടിയൊക്കെ ശരിക്കും വളരുന്ന പ്ലാന്റ്സ് ഇതാ. ഇത് രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഒറിജിനൽ പ്ലാന്റ്സ് ഉള്ളൂ, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കാ. അത് രണ്ടെണ്ണം ഞാൻ ബെഡ്റൂമിൽ തന്നെ വെച്ചു. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ മിറർ, എല്ലാ റൂമിലും ഒരു മിററെങ്കിലും വെക്കണം. ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ TV ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ അതൊരു ശീലമായിപ്പോയി. അങ്ങനെ രാത്രിയൊക്കെ എന്തെങ്കിലും മൂവിയൊക്കെ കണ്ട് അങ്ങനെ കിടക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഒരു എയർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഹാങ്ങിങ് പ്ലാന്റ്സ്, അത് ഐക്യെന്ന് വാങ്ങിയത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിരുന്നു. ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. ഐക്യൻ്റെ പരസ്യമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്. ഇനി ഗസ്റ്റ് റൂം. ഇതാണ് ഗസ്റ്റ് റൂം. ഇത് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതായിരുന്നു ഡ്രസ്സിംഗ് റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്തത് കാണാൻ. പക്ഷേ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഗസ്റ്റ് റൂം വേണം എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് റൂമിനെടുത്ത് ഗസ്റ്റ് റൂമിലേക്ക് വെച്ചിട്ട് ഗസ്റ്റ് റൂമിനെടുത്തിട്ട് ഡ്രസ്സിംഗ് റൂം ആക്കി. അല്ല അങ്ങനെ മാറ്റി. ഒരു കുഞ്ഞ് വാർഡ്രോബ് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ട്, മേക്കപ്പ് സാധനങ്ങളോ അതുപോലൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെയും ഒരു മിറർ ഉണ്ട്. അതേപോലെ ഹാങ്ങിങ് പ്ലാന്റ് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതാ. പിന്നെന്താ, ഇതൊരു സോഫ കം ബെഡാ. ഇത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രം നമ്മൾ ബെഡാക്കിയിടും, അല്ലാത്തപ്പോൾ ഇങ്ങനെ വെക്കും. പിന്നെ അവിടെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടം ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ കുറേ വീഡിയോ ഉണ്ട്. പിന്നെ ഇവിടെ ചുമ്മാ ഒരു സിംഗിൾ സോഫ, പിന്നെ ഒരു ഇതേപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ സ്ഥലം തുറക്കുന്നില്ല. തുറക്കല്ലേ ഇത്. അത്രേ ഉള്ളൂ. ഇനിയുള്ളത് എൻ്റെ സ്വന്തം റൂം. ഈ വാൾ കണ്ടോ, യെല്ലോ. ഇതൊരു കളർഫുൾ റൂമായിരിക്കും, കാരണം ഈ 2 റൂമായതുകൊണ്ടാ. ഇവിടെയാണ് ഞാൻ തയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. തയ്ക്കുന്നതും എൻ്റെ കലാപരിപാടികളും ഇവിടെ ആയിരിക്കും. ഇവിടെ എന്തിനാണെന്ന് അറിയാണ്ട് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആരും ഇരിക്കാറ് പോലും ഇല്ല, പക്ഷെ ചുമ്മായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ഡ്രസ്സിംഗ് റൂം. അത് ആകെ ഒരു അലമ്പായിരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വാർഡ്രോബ് ഉണ്ട്, ബാക്കി ഡ്രസ്സിനെ മൊത്തം ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു ഡ്രസ്സിംഗ് റൂം. ഇനി നമ്മൾ മേലേക്ക് പോകാം. അതാണ് ഈ വീട്ടിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. ഇവിടെ നിന്ന് മേലേക്ക് പോകുമ്പോൾ സ്റ്റെയർ കേസ് ഇനിയും കഷ്ടമാണ്, നമ്മളിങ്ങനെ പിടിച്ചൊക്കെ കയറാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റൂം. ഇതാണ് ഏട്ടൻ്റെ ഓഫീസ്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടറൊക്കെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടല്ലോ, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഇരിക്കാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു റിക്ലൈനറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതും ഇതേപോലെ അവസാനം തുണി വിരിക്കാൻ മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് ഇവിടുത്തെ ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് സോഫയായത്. ആരും കിടക്കാത്ത ഒരു ബെഡ്. ഐ തിങ്ക് ഈ വീട്ടിൽ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഇന്നായിരിക്കും. ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഈ ഭാഗം വന്ന് ഇരുന്നിട്ടേ ഇല്ല. പക്ഷേ ഇത് പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയില്ലേ, ഞാൻ തന്നെ പറയാം. ഇല്ലേ, നല്ല ഭംഗിയില്ലേ? ഇവിടെ കിടക്കാറൊന്നുമില്ല, പക്ഷേ ഇതൊരു സ്ഥലം ഉണ്ടായതുകൊണ്ടും ബെഡ് ഉണ്ടായതുകൊണ്ടും അതിനിങ്ങനെ റെഡിയാക്കി വെച്ചു. ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ പ്രിൻ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ലോണ്ടറി ഏരിയ. ഒന്നുമില്ല, ഇവിടെ നിന്ന് തുണി അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. അല്ലെങ്കിൽ ഓക്കെയാണ്, അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മൊത്തം. ഇനി ഇവിടുത്തെ ഏറ്റവും, ഞാൻ നേരത്തെ താഴത്തെ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല സ്ഥലമാണ് ഈ ജനലും.
ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അപ്പുറത്തെ വീട്ടിലുള്ളവരെ ഇപ്പുറത്തെ വീട്ടിലുള്ളവരെയൊക്കെ നമുക്ക് വായി നോക്കാം ബോറടിച്ചിരിക്കുമ്പോൾ. ആൾക്കാരിനൊക്കെ കാണാൻ തോന്നുമ്പോൾ ഇവിടെ വന്നിരുന്നാൽ മതി. അപ്പുറത്തെ വീട്ടിലൊരു അമ്മൂമ്മ എപ്പോഴും അവിടെ വന്നിരുന്നിട്ട് ഒരു ബുക്കൊക്കെ വായിക്കും, ആ ചെടിയൊക്കെ വെച്ച് വീട്ടിൽ. പിന്നെ ഇവിടെ ഒരു അമ്മൂമ്മ എപ്പോഴും സ്മോക്ക് ചെയ്യാൻ വേണ്ടി വെളിയിൽ വന്നിരിക്കും. ഇവിടെ ഒരു അപ്പൂമ്മൻ എപ്പോഴും സ്മോക്ക് ചെയ്യാൻ വെളിയിൽ വന്നിരിക്കും. അങ്ങനെ ഇങ്ങനെ കണ്ട് പരിചയം ഇങ്ങനെ ഹായ് കാണിച്ച് മാത്രം പരിചയമുള്ള കുറേ പേരുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ബാക്ക് യാർഡ്, എല്ലാ വീടിൻ്റെയും ബാക്ക് യാർഡ് ഇങ്ങനെ കാണാം. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതും ഈ വീട്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള സ്ഥലം ഇതാണ്. ഇതാണ് ബാത്റൂം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സാധാരണ ഒരു ബാത്റൂം, അത് ഷവർ ഏരിയ. ഇവിടെ നമ്മൾ ചുമ്മാ ഒരു സ്റ്റോറേജും കുറച്ച് സ്റ്റോറേജ് സ്പേസും പിന്നെ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഈ വീട്ടിൽ ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തത്. എനിക്ക് ഇവിടുത്തെ ബാത്റൂം ഒട്ടും ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ. എന്താ പറയണ്ടേ, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ചേട്ടാ.